കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ സുധീഷിൻ്റെ വീട്ടിൽ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞ് പന്തലെല്ലാം അഴിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുക. സുഭാഷ് അവർക്കുള്ള ബാക്കി ക്യാഷ് കൂടി കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന ഹരീഷും ടെൻഷനോടെ ചേട്ടന്റെ കയ്യിൽ പണമുണ്ടോ, കുറെ അധികം ചിലവായില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ക്യാഷ് ഒക്കെ ഉണ്ടെന്നും അതോർത്ത് നീ എന്തിനാ സങ്കടപ്പെടുന്നെന്നും റിസപ്ഷൻ നന്നായി നടന്നില്ലേ, അത് മാത്രം മതിയെന്നും സുഭാഷും പറയുന്നുണ്ട്. പന്തലിന്റെ സാധനങ്ങളുമായി വണ്ടി പോകുമ്പോഴേക്കും സുഭാഷിന്റെ അമ്മായിയും വല്യച്ഛനും കൂടി അങ്ങോട്ടെത്തുന്നുണ്ട്. ആരോട് ചോദിച്ചിട്ടാ ഈ വീട്ടിൽ പന്തലിട്ടെന്ന് ഗംഗാധരൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഈ വീട് സംബന്ധിച്ച് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ? ഈ വീടും ഈ കാണുന്ന സ്ഥലവുമെല്ലാം ഞങ്ങളുടേതാ. എന്നിട്ട് എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ പന്തലും സ്റ്റേജുമെല്ലാം കെട്ടി. നിങ്ങളെന്താ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നതെന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. താനത് ചോദിക്കാനായി വീട്ടിലേക്ക് വന്നെന്നും വല്യച്ഛൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും സുഭാഷും പറയുന്നുണ്ട്. പിന്നെ വീടിന്റെ മുന്നിൽ ഒരു പന്തലല്ലേ എന്ന് വിചാരിച്ച് ചോദിക്കാനൊന്നും നിന്നില്ലെന്ന് സുഭാഷും പറയുന്നു. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് അമ്മായി പറയുമ്പോഴേക്കും വീടിന് മുന്നിൽ പന്തലല്ലേ കെട്ടിയുള്ളൂ, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലെന്ന് അവിടെ ഇരുന്ന് ഭാസ്കരനും വിളിച്ചു പറയുന്നുണ്ട്. പന്തലെല്ലാം ഇപ്പോൾ അഴിച്ചുകൊണ്ട് പോയില്ലേ, സ്ഥലമെല്ലാം അതുപോലെ ഇവിടെ തന്നെയുണ്ട്, പിന്നെന്താ വേണ്ടതെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ചുമ്മാ വഴക്കുണ്ടാക്കാൻ വന്നതാ ചേട്ടാ. റിസപ്ഷൻ നന്നായി നടന്നത് കണ്ട് അത് താങ്ങാൻ കഴിയാതെ വഴക്കുണ്ടാക്കാൻ വന്നതാ. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ എന്തിനാ പന്തൽ കെട്ടിയത്, സ്റ്റേജ് കെട്ടിയത് എന്നൊക്കെ ചോദിച്ച് പുതിയൊരു പ്രശ്നവുമായി വന്നിരിക്കുന്നു. ഇവരെ പറ്റി അറിയില്ലേ ചേട്ടനെന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. വായടച്ച് മിണ്ടാതിരിക്കടാ. ആദ്യം നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഈ സ്ഥലത്ത് പന്തൽ കെട്ടിയതെന്ന് പറ എന്ന് ഗംഗാധരനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. സുഭാഷും പ്രശ്നം എങ്ങനെയെങ്കിലും തീർന്നോട്ടെ എന്ന് കരുതി അത് ഞങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റു തന്നെയാ, മാപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. മാപ്പ് പറഞ്ഞ എല്ലാ പ്രശ്നവും തീരോ? ഈ സ്ഥലത്ത് പന്തൽ കെട്ടിയതിന് വാടക വേണമെന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. ഓ, അപ്പോ അതാണ് കാര്യമല്ലേ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. ഇത്രയും സ്ഥലത്തിന്റെ വില എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ ഉടമസ്ഥർക്ക് വാടക കൊടുക്കണ്ടേ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോഴേക്കും ബിരിയാണി വെച്ച അടുപ്പിൽ ഇത്തിരി കാര്യമുണ്ട്, അതെടുത്തിട്ട് പോയെന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലെന്ന് അമ്മായി പറയുമ്പോഴേക്കും ഈ വീട് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്താൽ എത്ര കാശ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയോ? വാടകയൊന്നുമില്ലാതെ താമസിക്കാൻ ഒരു വീട് കിട്ടിയപ്പോൾ എന്റെ തലയിൽ കയറുന്നു. മര്യാദയ്ക്ക് 20,000 രൂപ എടുക്ക് എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും തരാൻ കഴിയില്ല, ഇയാൾ എന്തു ചെയ്യുമെന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. സുഭാഷ് അവനെ വഴക്കു പറഞ്ഞുകൊണ്ട് എന്താ വല്യച്ഛ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയോ പോയി ഒരു പഴക്കാരി പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുന്നിൽ ഷോ കാണിക്കാനായി വലിയ റിസപ്ഷൻ എല്ലാം നടത്തി. അങ്ങനെ റിസപ്ഷൻ നടത്തിയ ആ പെണ്ണ് ഈ വീട്ടിൽ തന്നെ ജീവിക്കോ? നിങ്ങളെ കഥ മുഴുവൻ അറിഞ്ഞാലേ അപ്പോ അറിയാം ആ പെണ്ണ് ഇവിടെ തന്നെ നിൽക്കോ അതോ ഓടിപ്പോവോന്ന്. എന്നമ്മായി പരിഹസിക്കുമ്പോഴേക്കും ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തന്നെ തീർത്തോളാം, അതിൽ നിങ്ങൾ കയറി തലയിടണ്ടെന്ന് ഹരീഷും പറയുന്നുണ്ട്. കുറച്ചുനേരം ഒന്നും മിണ്ടാതിരിക്കെ. നീ എന്തിനാ ഇങ്ങനെ തർക്കുത്തരം പറയുന്നതെന്ന് സുഭാഷും ഹരീഷിനെ വീണ്ടും വഴക്കു പറയുന്നുണ്ട്. ഇത് എന്റെ സ്ഥലമാണ്, പന്തല് കെട്ടാൻ വേണ്ടി അവിടെയുള്ള എത്ര ചെടികളാ നശിപ്പിച്ചത്. പോരാത്തതിന് ആളുകൾ നടന്ന് ആ സ്ഥലമെല്ലാം ഒരു മാതിരിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വെച്ച ചെടികളും മരങ്ങളുമാ. ആരോട് ചോദിച്ചിട്ടാ നിങ്ങളതെല്ലാം നശിപ്പിച്ചത്? അതിനെല്ലാം ആര് നഷ്ടപരിഹാരം തരും? കേസു കഴിയുന്നവരെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് കരുതി പോട്ടെ എന്ന് വെക്കുമ്പോൾ എന്നെ ദുഷ്ടനെന്ന് വിളിക്കുന്നു. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കെറിഞ്ഞ് നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അറിയാഞ്ഞിട്ടല്ല എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും അങ്ങനെ തന്നെ ചെയ്യണം ചേട്ടാ. വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കെറിഞ്ഞ് ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്ന് അമ്മായിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ താമസിച്ചതെല്ലാം മതി, ഇനി മുതൽ ഇവിടെ ആരും താമസിക്കണ്ട എന്ന് പറഞ്ഞ് വീട്ടിലെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തെറിയാനായി ഗംഗാധരൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഭാസ്കരനും അയാളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അവർ തമ്മിൽ ബഹളവും അടിയും ആവുമ്പോഴേക്കും ഭാസ്കരൻ ഗംഗാധരനെ പിടിച്ച് തള്ളുന്നുണ്ട്. ആ വീഴ്ചയിൽ അയാളുടെ നെറ്റി മുറിഞ്ഞ് ചോരയൊലിക്കുന്നുണ്ട്. അത് കണ്ട് ടെൻഷനോടെ അമ്മായിയും ഗംഗാധരനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് എന്റെ ചേട്ടനെ കൊല്ലുന്ന ആരെങ്കിലും ഓടി വരണേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഗംഗാധരനും ദേഷ്യത്തോടെ തന്നെ വെറുതെ വിടില്ലെന്ന് പറയുമ്പോഴേക്കും ഇതിന് പകരമായി തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് അമ്മായി ഗംഗാധരനെയും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ നിധിയും സുധീഷും വീണ്ടും പല ഹോസ്റ്റലുകളിൽ ചെന്ന് നോക്കുന്നുണ്ടെങ്കിലും എല്ലായിടത്തും ID പ്രൂഫ് വേണമെന്ന് പറയുന്നുണ്ട്. പലയിടങ്ങളിലും അന്വേഷിച്ച് അവർ തളർച്ചയോടെ നിൽക്കുമ്പോഴേക്കും തന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എവിടെയും റൂം കിട്ടിയില്ലെന്നോ. ഹോസ്റ്റലിൽ റൂം എടുക്കുന്നതെല്ലാം വളരെ ഈസിയാണെന്നാ താൻ വിചാരിച്ചതെന്ന് നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് പോവാൻ പറയാനായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് PG അക്കോമഡേഷൻ ശ്രമിച്ചാലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. PG എന്ന് വെച്ചാൽ എന്താണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പേയിങ് ഗസ്റ്റുകളെല്ലാം ഒരു ഫ്ലാറ്റ് പോലെ എടുത്ത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് താമസിക്കുന്നില്ലേ, അതാണെന്ന് നിധി പറയുന്നുണ്ട്. നിധിക്ക് അതുപോലെ ഏതെങ്കിലും സ്ഥലം അറിയാമോന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും അറിയില്ലെന്നും അത് തിരഞ്ഞു കണ്ടുപിടിക്കാമെന്നും അവിടെ ID പ്രൂഫ് ഒന്നും വേണ്ടിവരില്ലെന്നും നിധി പറയുന്നു.
പറയുന്നുണ്ട്. സുധീഷ് അത് കേട്ട് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ഓൺലൈനിൽ PG ഉണ്ടോയെന്ന് സെർച്ച് ചെയ്യാനായി അവൻ്റെ മൊബൈൽ നിധി വാങ്ങുന്നുണ്ട്. അടുത്തു തന്നെ 2-3 എണ്ണം ഉണ്ടെന്നും പോയി നോക്കിയാലോ എന്നും നിധി ചോദിക്കുമ്പോഴേക്കും അതൊക്കെ പോയി നോക്കാം, പക്ഷേ ഇന്ന് തന്നെ പോണോ, നാളെ പോയി നോക്കിയാൽ പോരെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നിധി സംശയത്തോടെ അവനെ നോക്കുമ്പോഴേക്കും വേറൊന്നും കണ്ടല്ല, വെയിലിൽ നടന്ന് ഇയാളാകെ ക്ഷീണിച്ചു, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, നമുക്ക് നാളെ വന്ന് നോക്കാമെന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് പറ്റില്ലെന്നും ഇന്ന് തന്നെ എവിടെയെങ്കിലും റൂം കണ്ടുപിടിക്കണമെന്നും ഇതെല്ലാം അടുത്തു തന്നെയാണെന്നും നമുക്ക് പോയി നോക്കാമെന്നും നിധി പറയുമ്പോഴേക്കും സുധീഷും മനസ്സില്ല മനസ്സോടെ അതിന് സമ്മതിച്ചോണ്ട് അവളുടെ കൂടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവർ ഒരു PGയിലെത്തി കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുവെന്ന് അവരും ചോദിക്കുന്നുണ്ട്. ഈ വർഷമാണ് താൻ ഡിഗ്രി കഴിഞ്ഞതെന്നും ഇവിടെ തിരുവനന്തപുരത്ത് താമസിച്ച് എന്തെങ്കിലും ജോലി കണ്ടെത്താൻ വേണ്ടിയാണ് PG നോക്കുന്നതെന്നും അവൾ പറയുന്നുണ്ട്. അവരും ഓക്കെ പറഞ്ഞ് അവളോട് ID പ്രൂഫ് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന സുധീഷിനും ആശ്വാസമാവുന്നുണ്ട്. PGയിൽ താമസിക്കുന്നതിനും ID പ്രൂഫ് വേണമെന്ന് നിധിയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഉറപ്പായും വേണമെന്നും ഒറിജിനൽ ഇല്ലെങ്കിൽ വേണ്ട, ഫോട്ടോസ്റ്റാറ്റ് ആയാലും മതിയെന്നും അവർ പറയുന്നുണ്ട്. തൻ്റെ കയ്യിൽ ID ഇല്ലെന്നും ID ഇല്ലാതെ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നും നിധി ചോദിക്കുമ്പോഴേക്കും ഇയാളെപ്പോലെ പല പല പെൺകുട്ടികളും ഇവിടെ വന്ന് താമസിക്കുന്നതാണെന്നും ID പ്രൂഫാണ് ഞങ്ങളുടെ സേഫ്റ്റി എന്നും അതില്ലാതെ റൂം കൊടുക്കില്ലെന്നും അവർ പറയുന്നുണ്ട്. നിധി വീണ്ടും റൂമിനായി അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ID പ്രൂഫ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവരും പറയുന്നുണ്ട്. വീണ്ടും പല PGകളിലും അവർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ID പ്രൂഫ് ഇല്ലാത്തതിനാൽ അവിടെയൊന്നും താമസിക്കാനായില്ല. എവിടെയും റൂം കിട്ടാതെ നിധി ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും സുധീഷ് അവൾക്കൊരു ജ്യൂസ് എല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ട്. PG ഇന്ന് സ്വപ്നവും ഇല്ലാതായി. ID പ്രൂഫ് ഇല്ലാത്തോണ്ട് ഹോസ്റ്റലിലും PGയിലും എവിടെയും റൂം എടുക്കാൻ പറ്റില്ല. നാളെ വല്ല ജോലിക്കും പോയാൽ ആ ID പ്രൂഫും വെച്ച് ഹോസ്റ്റൽ കിട്ടും. പക്ഷേ ജോലിക്ക് പോകണമെങ്കിൽ ആദ്യം ഇന്റർവ്യൂവിന് പോകണം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് വേണം. അതുപോലും എൻ്റെ അടുത്തില്ല. എന്തൊക്കെ സ്വപ്നം കണ്ടാ ഞാൻ വീട് വിട്ടിറങ്ങിയത്. തിരുവനന്തപുരത്ത് പോയി ഹോസ്റ്റലിൽ ചേർന്ന് ജോലിക്ക് പോയി പഠിച്ച് വലിയ ആർക്കിടെക്റ്റ് ആവണമെന്നൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നം. ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. സർട്ടിഫിക്കറ്റ് താൻ എടുത്തു വെച്ചിരുന്നതാണെന്നും ആ വെപ്രാളത്തിനിടയിൽ വീട്ടിൽ തന്നെ കൊഴിഞ്ഞു വീഴുന്നതാകാമെന്നും നിധി പറയുന്നുണ്ട്. എന്നൊക്കെ നിധി ടെൻഷനോടെ പറയുമ്പോഴേക്കും ഇനിയും 2-3 സ്ഥലങ്ങളിൽ കൂടി പോയി നോക്കാനുള്ളതല്ലേ, ഉറപ്പായും കിട്ടുമെന്നും പറഞ്ഞ് സുധീഷ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വീണ്ടും അവർ അവിടെയെല്ലാം പോയി നോക്കുന്നുണ്ടെങ്കിലും റൂം ഒന്നും കിട്ടിയില്ല. രാവിലെ തൊട്ട് 10-12 PGയും ഹോസ്റ്റലും എല്ലാം നോക്കി നടക്കുകയാണ്. എവിടെയും റൂം ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇനിയിപ്പോ എന്തു ചെയ്യും, ഇന്നു തന്നെ ഹോസ്റ്റലിൽ ചേരണമെന്ന് കരുതി ബാഗെല്ലാം എടുത്തോണ്ട് വന്നതാ. ഒരു സ്ഥലത്തും റൂം കിട്ടില്ലെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ആയിത്തീരുമെന്ന് താൻ ചിന്തിച്ചതേ ഇല്ല എന്ന് പറഞ്ഞ് താൻ സർട്ടിഫിക്കറ്റ് എടുക്കാത്തതിനെ നിധി പഴിക്കുന്നുണ്ട്. നിധിയുടെ ടെൻഷനെല്ലാം കണ്ട് എന്തെങ്കിലും വഴിയുണ്ടാവുമെന്നും ഇനി ഒന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ തൻ്റെ വീടില്ലേ എന്നും അവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാമെന്നും സുധീഷ് പറയുന്നുണ്ട്. നിധി അത് കേൾക്കാത്ത ഭാവം നടിച്ചോണ്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് എങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും ID പ്രൂഫ് വേണ്ടിവരുമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിങ്ങളൊരു വലിയ ട്രാവൽസിൻ്റെ ഓണറല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ആളുകളൊക്കെ പരിചയമുണ്ടാവുമല്ലോ, അവർ റെക്കമെൻഡ് ചെയ്താൽ തനിക്കൊരു റൂം കിട്ടുമെന്ന് നിധി പറയുന്നുണ്ട്. അറിയാവുന്നവർ പറഞ്ഞ ഉടനെ റൂം കിട്ടുമെന്നും പെട്ടെന്ന് തന്നെ താൻ ജോലിക്കിറങ്ങുമെന്നും അപ്പോൾ ആഗ്രഹിച്ചതെല്ലാം നടക്കുമെന്നും ഉടനെ തന്നെ റൂം കണ്ടുപിടിക്കാനായി തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും നിധി പറയുമ്പോഴേക്കും ഇതിപ്പോൾ ഇയാളെന്താ ഇയാൾക്ക് താമസിക്കാൻ വീടില്ലാത്തതുപോലെ പെട്ടെന്ന് റൂം വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലല്ലേ ഇയാൾ താമസിക്കുന്നത്, അവിടെ ഇയാൾക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവിടെ തനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നും പക്ഷേ കുറച്ച് അൺകംഫർട്ടബിൾ ആണെന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ടെൻഷനോടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അതോ അച്ഛൻ വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ലെന്നും തനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്നും എവിടെയെങ്കിലും ഒരു റൂം കിട്ടിയാൽ മതിയെന്നും സുധീഷിന്റെ ഫ്രണ്ട്സിനോടോ പരിചയക്കാരോടോ റെക്കമെൻഡ് ചെയ്ത് ഒരു റൂം ഉടനെ തന്നെ കണ്ടുപിടിക്കണമെന്നും നിധി പറയുന്നുണ്ട്. ശരി, ഞാൻ അന്വേഷിക്കാമെന്ന് സുധീഷും അവളെ ആശ്വസിപ്പിക്കാനായി പറയുന്നുണ്ട്. സന്തോഷത്തോടെ അതിനൊട്ടും ചാൻസ് ഇല്ലെന്നും നിധി തൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുമെന്നും സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി വീണ്ടും തൻ്റെ കയ്യിലെ വളയൂരി സുധീഷിന് നൽകുന്നുണ്ട്. സുധീഷ് അവളെ വഴക്കു പറയുമ്പോഴേക്കും ഇതെവിടെയെങ്കിലും വിറ്റ് തനിക്ക് പണം വേണമെന്ന് അവൾ പറയുന്നുണ്ട്. സുധീഷിനും താൻ കുറെ പണം തരാനില്ലെന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷും ആകെ ദേഷ്യത്തോടെ ഇയാളോടിപ്പോ താൻ പണം ചോദിച്ചോ എന്നും ഇപ്പോൾ തൽക്കാലം പണത്തെപ്പറ്റി ചിന്തിക്കേണ്ടെന്നും ഇയാൾ ജോലിക്ക് പോയി ശമ്പളമൊക്കെ കിട്ടുമ്പോൾ തൻ്റെ ക്യാഷ് തിരികെ തന്നാൽ മതിയെന്നും സുധീഷ് പറയുന്നുണ്ട്. സുധീഷിന് വേണ്ടി മാത്രമല്ല തനിക്കും ചിലവുകളുണ്ടെന്നും അതിനു വേണ്ടിയാണ് താനീ വള എവിടെയെങ്കിലും പണയം വെച്ച് ക്യാഷ് വേണമെന്ന് പറയുന്നതെന്ന് നിധി
പറയുന്നുണ്ട്. ഇയാൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും താൻ വാങ്ങിത്തരാമെന്നും ജോലിയെല്ലാം കിട്ടി കയ്യിൽ ക്യാഷ് വരുമ്പോൾ തന്നാൽ മതിയെന്നും സുധീഷ് പറയുന്നുണ്ടെങ്കിലും വീണ്ടും നിധി നിർബന്ധിക്കുമ്പോഴേക്കും സുധീഷ് അവളെയും കൊണ്ട് വള പണയം വെക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. അവരെ കണ്ട് അവർ ഹസ്ബൻഡും വൈഫുമാണെന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് സുധീഷ് പറയുന്നുണ്ട്. ക്യാഷിന് കുറച്ച് ആവശ്യമുണ്ടെന്നും വള പണയം വെക്കാനായി വന്നതാണെന്നും അവർ പറയുമ്പോഴേക്കും അയാൾ അത് വാങ്ങി തൂക്കി നോക്കുന്നുണ്ട്. എല്ലാം കൂടി 2 പവനുണ്ടെന്ന് നിധി പറയുമ്പോഴേക്കും രണ്ടും കൂടി ചേർത്ത് 60,000 രൂപ തരാമെന്നും മാസം 1000 രൂപ അടയ്ക്കണമെന്നും അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. സുധീഷ് അതിനെ എതിർത്ത് സംസാരിക്കുമ്പോഴേക്കും ഈ പരിസരത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണപ്പണയ വായ്പ തരുന്നത് താനാണെന്നും തനിക്ക് ഇതിൽ കൂടുതൽ തരാനാവില്ലെന്നും അതവർക്ക് പറ്റില്ലെങ്കിൽ വേറെ കടയിൽ പോയി ചോദിക്കെന്നും അയാൾ പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും അതിന് സമ്മതിച്ചേക്കാമെന്ന് സുധീഷിനോട് പറയുന്നുണ്ടെങ്കിലും ഇവരിങ്ങനെയൊക്കെ പറയുമെന്നും നമ്മൾ വിലപേശി പറഞ്ഞ അവരത് കൂട്ടുമെന്നും നിധിയോട് കുറച്ചു സമയത്തേക്ക് പുറത്തിരിക്കണമെന്നും സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് അയാളെ സോപ്പിട്ട് സംസാരിച്ച് ഒരു 80,000 രൂപ വരെ തരാമെന്ന് അയാൾ ഒടുവിൽ സമ്മതിക്കുന്നുണ്ട്. സുധീഷ് അക്കാര്യം ചെന്ന് പറഞ്ഞ് നിധിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്കും അയാളും അവർക്ക് ക്യാഷ് എടുത്തു കൊടുക്കുന്നുണ്ട്. താൻ പറഞ്ഞതുപോലെ മന്ത്ലി ക്യാഷ് തിരികെ അടച്ചില്ലെങ്കിൽ സ്വർണം തിരിച്ചു തരില്ലെന്ന് അയാളും അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി തന്നെ തുക അടയ്ക്കാമെന്ന് പറഞ്ഞ് അവർക്ക് നന്ദി പറഞ്ഞ് സുധീഷും നിധിയും അവിടെ നിറങ്ങി പോകുന്നുണ്ട്. അവർ വണ്ടിയിലേക്ക് എത്തുമ്പോഴേക്കും സുധീഷ് അവൾക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി ചോദിക്കുന്നത് സുധീഷിന് ഇത്രയും ദിവസം വണ്ടിക്ക് എത്ര ക്യാഷായെന്ന്. ഇത്രയും ദിവസം വണ്ടി ഓടിച്ചതിന് സുധീഷ് തന്നെയല്ലേ ചിലവാക്കിയത്, അതുകൊണ്ടാ ചോദിച്ചതെന്ന് നിധി പറയുമ്പോഴേക്കും തന്നോട് ഇങ്ങനെ കണക്ക് പറയില്ലെന്ന് സുധീഷും പറയുന്നുണ്ട്. സുധീഷ് തന്റെ ജോലി വരെ വേണ്ടെന്ന് വെച്ചിട്ട് ഇത്രയും ദിവസം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ, എത്ര ക്യാഷിന് പെട്രോൾ അടിച്ചു, കൂടാതെ എനിക്ക് വേണ്ടി കുറെ ക്യാഷ് ചിലവഴിച്ചു, അതാ ചോദിച്ചതെന്ന് നിധി പറയുന്നുണ്ട്. നിധി ഇപ്പോഴും പ്രശ്നത്തിലല്ലേ എന്നും ഇതുവരെയും ഹോസ്റ്റലോ ജോലിയോ കിട്ടിയില്ലല്ലോ എന്നും ഇനി എന്ത് ചെയ്യുമെന്ന് വരെ അറിയില്ല, അങ്ങനെയുള്ളപ്പോ തന്റെ കാര്യം ചിന്തിക്കുന്നതെന്തിനാ, താനിതൊന്നും ചോദിച്ചതേ ഇല്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി തന്റെ കയ്യിലെ ക്യാഷിൽ നിന്നും 25,000 രൂപ എടുത്ത് സുധീഷിന് കൊടുക്കുന്നുണ്ട്. സുധീഷ് അതിനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും തൽക്കാലം ഇത് കയ്യിലിരിക്കട്ടെ എന്നും തനിക്ക് വേണ്ടി ചിലവാക്കിയത് ഇതിൽ കൂടുതലാണെന്ന് അറിയാമെന്നും വാങ്ങിക്കെന്നും പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴേക്കും തന്നെ ഒരു ഡ്രൈവറായിട്ട് മാത്രമാണോ കണ്ടിരിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ലെന്നും നിങ്ങളിവിടെ വീട്ടിൽ എന്നെ താമസിക്കാൻ അനുവദിച്ചെന്നും താൻ പോണമെന്ന് പറയുന്നിടത്തേക്കെല്ലാം തന്നെ കൂട്ടിയിട്ട് പോയെന്നും എനിക്ക് 1 മാസമായിട്ട് സുധീഷിനെ അറിയാമെന്നും തൻ്റെ വീട്ടിലേക്ക് ഒരു ഡ്രൈവറായി വന്നിട്ട് തനിക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തെന്നും എപ്പോഴും ഇയാളുടെ കയ്യിൽ നിന്ന് മാത്രം ക്യാഷ് ചെലവാക്കിക്കുന്നത് ശരിയല്ലെന്നും പ്ലീസ് ഇത് വാങ്ങുന്നെന്ന് നിധി പറയുമ്പോഴേക്കും അപ്പോൾ എന്നെ വെറും ഡ്രൈവറായി മാത്രമാണോ കണ്ടതെന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. താൻ അങ്ങനെയല്ല പറഞ്ഞതെന്നും സുധീഷ് തനിക്ക് നല്ലൊരു ഫ്രണ്ടാണെന്നും നിറയെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും എല്ലാ ചിലവുകളും ഇയാളെ കൊണ്ട് മാത്രം എടുപ്പിക്കുന്നത് ശരിയല്ലല്ലോന്നും പറഞ്ഞ് വീണ്ടും സുധീഷിന് നേരെ ക്യാഷ് നീട്ടുമ്പോഴേക്കും അപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെ പേഴ്സണലായി എടുക്കേണ്ടെന്നും ഞാൻ പറഞ്ഞ ആംഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്നും എനിക്ക് വേണ്ടി ഇത് വാങ്ങണമെന്നും പറഞ്ഞ് നിധി വീണ്ടും നിർബന്ധിക്കുമ്പോഴേക്കും സുധീഷും സങ്കടത്തോടെ ആ ക്യാഷ് വാങ്ങുന്നുണ്ട്. സുധീഷ് സങ്കടത്തോടെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഞാൻ ഇവളെ എൻ്റെ മനസ്സിൽ ഒരു രാജ്ഞിയെ പോലെയാണ് കാണുന്നത്, പക്ഷേ ഇവളുടെ മനസ്സിൽ ഞാൻ വെറും ഒരു ടാക്സി ഡ്രൈവറാണ്. അങ്ങനെ ആവട്ടെ, കാലം ചെല്ലുന്തോറും എല്ലാം ശരിയായിടും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സുധീഷും തൻ്റെ വണ്ടി എടുക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയ നിധിയുടെ അച്ഛൻ രാജീവ് നിധിയുടെ കാര്യങ്ങളെല്ലാം ടെൻഷനോടെ ഓർത്തോണ്ടിരിക്കുമ്പോഴേക്കും അരുൺ അങ്ങോട്ടെത്തി ഒരു ബിസിനസ് ഡീലർ കാണണമെന്നാവശ്യപ്പെട്ടതായി പറയുന്നുണ്ട്. എന്തുണ്ടെങ്കിലും അരുൺ തന്നെ ഡീൽ ചെയ്യുന്ന രാജീവ് പറയുമ്പോഴേക്കും രാജീവ് ഓഫീസിൽ വരാത്തതിനെയും ബിസിനസ് കാര്യങ്ങൾ ഡീൽ ചെയ്യാത്തതിനെയും അരുൺ കുറ്റപ്പെടുത്തുന്നുണ്ട്. പുറത്തിറങ്ങിയാലുണ്ടാവുന്ന അപമാനത്തെയും പരിഹാസ വാക്കുകളെയും കുറിച്ച് ഹേമ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അതും ചിന്തിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന നമുക്ക് തന്നെയാ നഷ്ടമെന്ന് അരുൺ പറയുന്നുണ്ട്. ഈ സംഭവമെല്ലാം കുറച്ചു കഴിയുമ്പോഴേക്കും ആളുകളെല്ലാം മറക്കും, അപ്പോഴേക്കും നമ്മളും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കണം എന്നരുൺ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അവനെ കൊണ്ട് ബിസിനസ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ബിസിനസ് തന്നെ നിർത്തിവെക്കാനും പുറത്തിറങ്ങി ആളുകളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം തനിക്കില്ലെന്നും രാജീവും പറയുന്നുണ്ട്. തന്റെ കുടുംബത്തിന്റെ അവസ്ഥയോർത്ത് ഹേമ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നിധിയെ കുറ്റപ്പെടുത്തി പറയുമ്പോഴേക്കും സാന്ദ്രയും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സൂര്യ അവൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നുവെന്നും തുടക്കം മുതലേ അവൾ അത് പറഞ്ഞിരുന്നുവെന്നും അവൾ പറയുന്നുണ്ട്. എല്ലാവരോടും ഈ കല്യാണം വേണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നതാണെന്നും നമ്മൾ അവളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നെങ്കിൽ അവൾ ഈ വീട് വിട്ട് പോവില്ലായിരുന്നുവെന്നും സാന്ദ്ര പറയുമ്പോഴേക്കും വീട് വിട്ട് ഇറങ്ങിപ്പോയതിലൊന്നും പ്രശ്നമില്ലെന്നും കല്യാണം കഴിക്കാൻ ഒരു ഡ്രൈവറെ അവൾക്ക് കിട്ടിയുള്ളൂ എന്നും രാജീവും ചോദിക്കുന്നുണ്ട്. സാന്ദ്ര അതിനെ എതിർത്തോണ്ട് തനിക്ക് അറിയുന്ന സമയം വരെ അവൾക്ക് സുധീഷിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ലെന്നും പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എങ്ങനെയാണ് ആ കല്യാണം നടന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും അവൾ പറയുന്നുണ്ട്. അവളുടെ വാക്കുകേട്ട് സൂര്യയുമായുള്ള കല്യാണത്തിന് നമ്മൾ പിന്മാറിയിരുന്നെങ്കിൽ അവളിങ്ങനെ ഇറങ്ങിപ്പോവില്ലായിരുന്നു എന്ന്
സാന്ദ്ര വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കെ അരുണും ദേഷ്യത്തോടെ സൂര്യയ്ക്ക് എന്ത് കുറവുണ്ടായിട്ടാണെന്ന് ചോദിക്കുമ്പോഴേക്കും നിധിക്ക് സൂര്യയെ ഇഷ്ടമായില്ലെന്നും സൂര്യയും അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും സൂര്യയെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ നിർബന്ധിച്ചപ്പോ അയാളുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോവാനായി അവൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്ക് മാത്രമേ അറിയൂ. രണ്ടുപേർക്കും തമ്മിൽ ഒത്തുപോകാൻ കഴിയില്ലെന്നാലോചിച്ച് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നിശ്ചയത്തിന്റെ അന്നുവരെ അവൾ കല്യാണം വേണ്ടെന്ന് നമ്മളോട് വാശി പിടിച്ചിരുന്നു. അതൊന്നും കേൾക്കാതെ നമ്മൾ കല്യാണ നിശ്ചയത്തിന്റെ റിസപ്ഷൻ പരിപാടി അറേഞ്ച് ചെയ്തപ്പോഴാണ് അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയതെന്ന് സാന്ദ്ര ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ അവൾ ആ ഡ്രൈവറോടൊപ്പം ഇറങ്ങിപ്പോയതെന്ന് രാജീവ് വീണ്ടും ചോദിക്കുമ്പോഴേക്കും അവൾ ആ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയതല്ലെന്നും തനിക്ക് നിധിയെ നന്നായി അറിയാമെന്നും അവൾ സൂര്യയുമായുള്ള കല്യാണം വേണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇറങ്ങിപ്പോയതെന്നും സാന്ദ്ര പറയുന്നുണ്ട്. അത് കേൾക്കെ ഹേമയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അച്ഛന്റെ ഉപദേശം പോലും കേൾക്കാതെ ആ ഡ്രൈവറെ കല്യാണം കഴിച്ചവളല്ലേ അവള്? അവൾക്ക് വേണ്ടിയാണോ നീ സപ്പോർട്ട് ചെയ്ത് പറയുന്നെന്ന്? അപ്പോഴേക്കും അരുണും അമ്മയെ തടഞ്ഞോണ്ട് നിധിയെ നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഇറങ്ങിപ്പോയതെന്നല്ലേ നീ പറഞ്ഞത് എന്ന് ചോദിച്ചോണ്ട് തന്റെ മൊബൈലിലെ സുധീഷിന്റെ വീട്ടിൽ വെച്ച് നടന്ന നിധിയുടെയും സുധീഷിന്റെയും റിസപ്ഷൻ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളാണ് അവളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നത്. അവളവിടെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിഞ്ഞത് കൂടാതെ നാട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തി വീണ്ടും ഒരു കല്യാണം കൂടി നടത്തിയിരിക്കുന്നു. എന്നരുൺ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ആ വീഡിയോ തന്നെ കാണിക്കാനായി രാജീവ് ആവശ്യപ്പെടുന്നുണ്ട്. അരുണും ആ വീഡിയോ അച്ഛനെ കാണിച്ചുകൊണ്ട് അവൾ എത്ര സന്തോഷത്തിലാണെന്ന് നോക്കച്ച. അവൾ നല്ലപോലെ പ്ലാൻ ചെയ്തു തന്നെയാണ് പോയതെന്നും അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ടും അവൾ എത്ര സന്തോഷത്തോടാണ് ആ സ്റ്റേജിൽ നിൽക്കുന്നത്. അവളെ ആലോചിച്ചാണോ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അവളൊരു ഫ്രോഡാണെന്ന് അരുൺ പറയുമ്പോഴേക്കും രാജീവും ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അത് കാണെ ഹേമയും അരുണിനോടായി ഇപ്പോൾ എന്തിനാ ആ വീഡിയോ അച്ഛനെ കാണിച്ചെന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. താനത് കാണിച്ചു കൊടുക്കേണ്ടെന്ന് വിചാരിച്ചതാണെന്നും നമ്മൾ തെറ്റ് ചെയ്തെന്ന ഭാവത്തിൽ സാന്ദ്ര സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ കാണിക്കേണ്ടി വന്നതെന്നും അരുൺ പറയുമ്പോഴേക്കും ദൈവമേ, അവൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്നും എങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കേണ്ടവളായിരുന്നു, അവളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഹേമ പൊട്ടിക്കരയുന്നുണ്ട്. സാന്ദ്രയും ഹേമയെ ആശ്വസിപ്പിച്ചോണ്ട് തന്റെ ഭാഗത്താണ് തെറ്റെന്നും താൻ നിധിയെപ്പറ്റി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ക്ഷമിക്കെന്ന് പറഞ്ഞ് സാന്ദ്ര അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ എവിടെയും റൂമിൽ കിട്ടാതെ സുധീഷ് നിധിയെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് കയറാനായി തുടങ്ങുമ്പോഴേക്കും സുധീഷ് നിധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഹോസ്റ്റൽ തിരഞ്ഞു പോയതാണെന്ന് ആരോടും പറയേണ്ടെന്നും സുഭാഷ് ഏട്ടന് മാത്രമേ നമ്മുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന സാഹചര്യം അറിയൂ എന്നും പറയുന്നുണ്ട്. ഹരീഷിനും നികേഷിനുമൊന്നും ഇതേപ്പറ്റി അറിയില്ലെന്നും അവർക്കതറിഞ്ഞ വിഷമമാവുമെന്നും സുധീഷ് പറയുമ്പോഴേക്കും താനൊരിക്കൽ ഈ വീട് വിട്ട് പോകേണ്ടി വരില്ലേ, അപ്പോൾ അവർ വിഷമിക്കില്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അറിയുന്ന സമയം വരുമ്പോൾ അവരറിയട്ടെ എന്നും അതിനു മുന്നേ ഈ കാര്യം പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്തേണ്ടെന്നും തനിക്ക് വേണ്ടി അവരെ ഇത് അറിയിക്കില്ലെന്നും സുധീഷ് പറയുമ്പോഴേക്കും നിധിയും അത് സമ്മതിക്കുന്നുണ്ട്. അവർ അകത്തേക്ക് കയറാനായി തുടങ്ങുമ്പോഴേക്കും അവരുടെ വല്യച്ഛൻ ഗംഗാധരൻ പോലീസുകാരെയും കൂട്ടി അങ്ങോട്ടെത്തുന്നുണ്ട്. ഗംഗാധരന്റെ കംപ്ലൈന്റ് അനുസരിച്ച് ഭാസ്കരനെ അറസ്റ്റ് ചെയ്യാനായി വന്നവരായിരുന്നു അവർ. ഭാസ്കരനെ പുറത്തേക്ക് വിളിച്ചു വരുത്തി പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോഴേക്കും എന്താ കാര്യമെന്ന് സുധീഷ് ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. അവൻ നടന്ന കാര്യങ്ങളെല്ലാം സുധീഷിനോട് പറയുമ്പോഴേക്കും സുഭാഷും അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയല്ലെന്നും താൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്നും ഇങ്ങനെ ദുഷ്ടത്തരം ചെയ്യുന്ന ഇവനൊക്കെ ഭൂമിക്ക് ഭാരമായി എന്തിനു ജീവിക്കണമെന്നും ഇവനൊക്കെ ചത്തുപോയാലും തനിക്ക് സന്തോഷമാവുമെന്നും ഭാസ്കരനും പറയുന്നുണ്ട്. അത് കേട്ട ഗംഗാധരനും അയാൾ പറഞ്ഞത് കേട്ടില്ലേ, അയാൾ തന്റെ ജീവന് തന്നെ ഭീഷണിയാണെന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിടണമെന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. അത് കേൾക്കെ പോലീസുകാരനും ഭാസ്കരനോട് വണ്ടിയിൽ കയറാനായി പറയുമ്പോഴേക്കും അത് ഏട്ടനും അനിയനും തമ്മിലുള്ള വഴക്കാണെന്നും കുടുംബ പ്രശ്നമാണെന്നും ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഇതൊക്കെ അവരുടെ അഭിനയമാണെന്നും ഞാൻ അവന്റെ ചേട്ടനും അവൻ എന്റെ അനിയനുമല്ലെന്നും അയാൾ എന്റെ ജീവന് തന്നെ ഭീഷണിയാണെന്നും പിടിച്ചു കൊണ്ടുപോയി ലോക്കപ്പിലിടെന്നും ഗംഗാധരൻ പറയുമ്പോഴേക്കും എന്തിനാ വല്യച്ച ഇങ്ങനെയൊക്കെ പറയുന്നത്, നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർക്കാമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്തിനാ അവന്റെയൊക്കെ കാലുപിടിക്കുന്നതെന്ന് സുഭാഷിനോടായി ചോദിച്ചുകൊണ്ട് ഭാസ്കരൻ പോലീസുകാരെയും വിളിച്ചുകൊണ്ട് പോലീസ് ജീപ്പിൽ കയറി പോകുന്നുണ്ട്. അത് കണ്ട് നികേഷും ഹരീഷും വീട്ടിലേക്ക് കയറി പോകുമ്പോഴേക്കും അവരുടെ പുറകെ അകത്തേക്ക് കയറാനായി പോയ സുഭാഷ് നിധി ടെൻഷനോടെ നിൽക്കുന്ന കണ്ട് അത് പ്രശ്നമൊന്നുമില്ലെന്നും അകത്തേക്ക് കയറി വായെന്നും പറയുമ്പോഴേക്കും നിധിയും അമ്പരപ്പോടെ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അച്ഛനെ പോലീസ് പിടിച്ചിട്ടും അതിന്റെ ടെൻഷനൊന്നും നിങ്ങൾക്കില്ലല്ലോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അത് കാര്യങ്ങൾ സംസാരിക്കാനായി കൂട്ടിക്കൊണ്ടു പോയതാണെന്നും ഉടനെ തന്നെ വരുമെന്നും സുഭാഷും പറയുന്നുണ്ട്. ഇത് കുടുംബ പ്രശ്നമാണെന്നും വേറെ പ്രശ്നമൊന്നുമില്ലെന്നും പറഞ്ഞ് സുധീഷും സുഭാഷും കൂടി അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും നിധിയും ആകെ ടെൻഷനോടെ ആ ഉമ്മറത്ത് തന്നെ നോക്കി നിൽപ്പുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.